ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രൂപ്പ് ഡി എക്സാംസിന് മാത്സ്, റീസണിങ്, സയൻസ്, GK ഓക്കെ, മെയിനായിട്ട് നമ്മൾ ഈ ഒരു 4 പോർഷനിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് വരിക. അതിൽ ജനറൽ സയൻസ് ഏകദേശം 25 മാർക്സിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ജനറൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ജനറൽ സയൻസിൽ മെയിനായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമ്മൾ ഈ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇന്ന പോർഷനിൽ നിന്നുമാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്, ഇന്ന പോർഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം അത് കൃത്യമായിട്ടുള്ള സിലബസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കീ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സേഫ് സ്കോർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേഗം തന്നെ ഫിസിക്കലിന് പോയി തുടങ്ങുക. അല്ലാണ്ട് റിസൾട്ട് വന്നിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് പിന്നെ അവസാനം നിങ്ങൾക്ക് ടൈമും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പം മാർക്ക് അത്യാവശ്യം സേഫ് സ്കോർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഫിസിക്കലിന് പോയി തുടങ്ങുക. അല്ല നിങ്ങൾക്ക് മാർക്ക് കുറവ്, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വെറുതെ നമ്മൾ എന്ത് ചെയ്യുക, ടെൻഷൻ അടിച്ച് വിഷമിച്ച് നമ്മുടെ ടൈം കളയേണ്ട ആവശ്യമില്ല. അടുത്ത എക്സാമിന് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർച്ച് 2 വരെ ഇതിനുള്ള ടൈം കൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോഴേ ആ ഒരു കറക്റ്റ് സ്കെഡ്യൂളിൽ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അസ്ത്ര എന്നാണ് ബാച്ചിൻ്റെ പേര്. ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മുടെ ഫിസിക്സ്, മാത്സ്, റീസണിങ്, അതേപോലെ തന്നെ GK, കറണ്ട് അഫയേഴ്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർഷൻസ് ഫുള്ളായിട്ട് ഓക്കെ ക്ലിയർ ചെയ്തിരുന്ന നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഡി എക്സാമിന് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ സയൻസ്, മാത്സ്, അതേപോലെ തന്നെ റീസണിങ്, ജനറൽ ഇൻ്റലിജൻസ്, അതേപോലെ തന്നെ ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും. ഓക്കെ, ഇതിൽ ഈ ഒരു ജനറൽ സയൻസ് 25 ക്വസ്റ്റ്യൻസ് ആണ്, 25 മാർക്കാണ്. ഓക്കെ, ഈ ജനറൽ സയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ എന്ന് വെച്ചാൽ അധികം ഡെപ്തിലൊന്നും അല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. ഇതിൽ തന്നെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. പിന്നെ നമ്മൾ സർഫസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും ഈ കഴിഞ്ഞ എക്സാമുകൾക്ക് എല്ലാം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ജനറൽ സയൻസ്. മാത്സ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ എക്സാമുകൾക്ക് അത്യാവശ്യം കാൽക്കുലേറ്റീവ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ടൈം കുറച്ച് എടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാത്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും അത്യാവശ്യം ബേസിക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് ആ ഒരു ഓരോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാത്സിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കുറച്ച് കാൽക്കുലേറ്റീവ് ആണെന്നേ ഉള്ളൂ. അത് നമ്മൾ ആ ഒരു ടൈം നമ്മൾ മോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, മോക്ക് ചെയ്യുമ്പോൾ നമുക്ക് പയ്യെ നമ്മുടെ സ്പീഡ് കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുവഴി നമുക്ക് എളുപ്പമായിട്ട് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, റീസണിങ് നല്ല എളുപ്പമായിരിക്കും. അത്യാവശ്യം കുറച്ച് ഇന്ന ചാപ്റ്റേഴ്സ് എന്തുവാന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. റീസണിങ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് എന്തായാലും ആ 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 30ൽ 30 കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ജനറൽ അവയർനെസ്സും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്. ഈ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാം നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒരു 6 മന്ത്സിൻ്റെ കറണ്ട് അഫയേഴ്സിൽ നിന്നുമാണ് മിക്ക ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. അപ്പം കറണ്ട് അഫയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെന്തായാലും പഠിച്ചേ പറ്റുള്ളൂ, സ്കിപ്പ് ചെയ്യരുത്. കറണ്ട് അഫയേഴ്സിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മൊത്തം 100 മാർക്കിനാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്യുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫിസിക്കലും കൂടെ ഉണ്ടാവും. ഓക്കെ, അതും ക്ലിയർ ആവുകയാണെങ്കിൽ ജോബ് സെറ്റ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓരോ പോർഷനിലും എന്തൊക്കെയാണ്. ഓക്കെ, അപ്പം ഇതിൽ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ജനറൽ സയൻസിൽ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ആണ് വരുന്നത്. ഓക്കെ, ഇത് ഇത്രയും ടോപ്പിക്സ് ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇന്ന പോർഷനിൽ ഇന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്, അത് നമ്മൾ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ബയോളജിയിൽ ബയോളജിയിൽ ബേസിക് ആയിട്ട് ബയോളജിയുടെ ബ്രാഞ്ചസ്, ടാക്സോണമി, അതേപോലെ അനിമൽ സെൽ, പ്ലാന്റ് സെൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതേപോലെ അനിമൽ ടിഷ്യൂ, പ്ലാന്റ് ടിഷ്യൂ, ജെനറ്റിക്സ്,
പിന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അതിൽ തന്നെ അനിമൽസിനെ പറ്റി പഠിക്കാൻ നമുക്കുണ്ട്. അനിമൽ കിങ്ഡം ഉണ്ട്. ഓക്കെ, ഇത് ഫുള്ള് അനിമൽ കിങ്ഡം ആണ്. ഓക്കെ, അനിമൽ കിങ്ഡം ആണ്. അപ്പം ഈ ഒരു പോർഷൻസ് എല്ലാം കൂടെ അനിമൽ കിങ്ഡം ആണ്. അത് ഓരോ സെപ്പറേറ്റ് എന്താണ് അതിലെ ഓരോന്നായിട്ട് എടുത്ത് കൊടുത്തേക്കുന്നത്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതും കോർഡേറ്റയും അനിമലിൽ വരുന്നതാണ്. പിന്നെ ഈ 7ാമത് മുതൽ കൊടുത്തേക്കുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി, അതേപോലെ സ്കെൽറ്റൻ, എൻഡോക്രൈൻ, നെർവസ്, റീപ്രൊഡക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ആകുമ്പം അത്യാവശ്യം നമ്മുടെ ഹ്യൂമൻ ബോഡി അത് കംപ്ലീറ്റ് ആവും. ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട് സർക്കുലേഷൻ, എന്താണ് റെസ്പിറേഷൻ, നമ്മുടെ ഹ്യൂമൻ ബോഡി ഫുള്ളാ കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മുടെ ബോഡിക്ക് ഉള്ള പ്രോട്ടീൻസ്, നമ്മുടെ വിറ്റാമിൻസ്, മിനറൽസ്, പിന്നെ ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് അസുഖങ്ങൾ വരാം. അല്ലാണ്ട് പകരുന്നതും പകരാത്തതുമായിട്ടുള്ള അസുഖം, വൈറൽ ഡിസീസസ്, ബാക്ടീരിയൽ ഡിസീസസ്, ഓക്കെ, അതെല്ലാം വരുന്നത് ഡിസീസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പ്ലാന്റ്. ഓക്കെ, പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് ബാക്ടീരിയ ഉണ്ട്, ഫംഗസ്, പിന്നെ ആൾഗെ പ്ലാന്റ് ആണ്, ബ്രയോഫൈറ്റ, ടെർഡോഫൈറ്റ്, ജിംനോസ്വോം, ആൻജിയോസ്വോം, ഇതെല്ലാം പ്ലാന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ പ്ലാന്റ് കിങ്ഡം പഠിക്കാനുണ്ട്. പ്ലാന്റിന്റെ മോർഫോളജി, റൂട്ട്, സ്റ്റെം, ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട്സിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ പ്ലാന്റിൽ തന്നെ നടക്കുന്ന ഫിനോമിനൻസ്, ട്രാൻസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ്, പ്ലാന്റിലെ ഹോർമോൺസ്, കാര്യങ്ങളെല്ലാം. പിന്നെ എക്കോളജി, എൻവയോൺമെന്റ്. ഓക്കെ, ഇത്രയും പോർഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം എന്താണ് സർഫസിൽ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി നമുക്ക് ഈ ഒരു എക്സാമിൽ ബയോളജിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓരോ ഷിഫ്റ്റ് പോലെ ഇരിക്കും. ഒരു ഷിഫ്റ്റിൽ ബയോളജിയാണ് കൂടുതൽ ചോദിക്കുന്നതെങ്കിൽ മേ ബി അടുത്ത ഷിഫ്റ്റ് ഫിസിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അടുത്തൊരു ഷിഫ്റ്റ് കെമിസ്ട്രി ആയിരിക്കാം. ഓക്കെ, എല്ലാം ഏകദേശം എന്താണ് 3 സബ്ജക്റ്റും ഒരുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ഷിഫ്റ്റിൽ ഒരു സബ്ജക്റ്റ് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയേ കെമിസ്ട്രി. കെമിസ്ട്രിയിൽ ഫസ്റ്റ് പോർഷനിൽ മാറ്റർ, അതേപോലെ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ കെമിക്കൽ ചേഞ്ചസ്, അതേപോലെ തന്നെ എന്താണ് മാസ് കൺസർവേഷൻ, ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി, അതെല്ലാം വരുന്നത് ഫസ്റ്റ് ഒരു പോർഷൻ. പിന്നെ വരുന്നത് മോൾ കൺസെപ്റ്റ്, അവഗാഡ്രോ നമ്പർ, മെറ്റൽസ്, നോൺ മെറ്റൽസ്, ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്, അതേപോലെ മാറ്ററിൻ്റെ സ്റ്റേറ്റസ് ചേഞ്ച് ആവുന്നത്. മൂന്നാമത് നോക്കിയ ആറ്റം മോഡൽസ്, പിന്നെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഐസോടോപ്പ്, ഐസോബാർ, ഗേഷ്യസ് ലോ, ഇതെല്ലാം വരുന്നതാണ് മൂന്നാമത്തത്. 4 കെമിക്കൽ ബോണ്ടിങ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ 5 നമ്മുടെ ആസിഡ്, ബേസ്, സോൾട്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 6 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ന്യൂലാൻഡ്, ഡോബ്രെയിനർ, അതേപോലെ മെൻഡലീവ്, മോസ്ലി, ഇതെല്ലാം നമ്മുടെ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തത് എലമെന്റ്സിനെ പറ്റി എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, അതേപോലെ ഹാലജൻ, ഇനേർട്ട് ഗ്യാസസ്, സൾഫറിനെ പറ്റി, കാർബണിന്റെ അലോട്രോപ്പുകളെ പറ്റി, സോഡിയം, കാൽഷ്യം, അലൂമിനിയം, സിൽവർ, ഗോൾഡ്, പൊട്ടാസ്യം, അയൺ, മഗ്നീഷ്യം, ലെഡ്, മെർക്കുറി, കോപ്പർ, സിങ്ക്, ടിൻ. ഓക്കെ, ഇതിനെയൊക്കെ പറ്റി കുറച്ച് എന്തൊക്കെയാണോ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്, ചോദിച്ചിട്ടുള്ളത്, ഓക്കെ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുകളിലായിട്ട്. ഓക്കെ, അതേപോലെ ഫ്യൂവൽ, അലോയി, മെറ്റലർജി, പിന്നെ സോപ്പ്, ഡിറ്റർജൻസ്, പിന്നെ നമ്മുടെ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓക്കെ, ഹൈഡ്രോ കാർബൺസ് ഒക്കെ വരുന്നത്. പിന്നെ കെമിക്കൽ റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കെമിക്കൽ റിയാക്ഷൻസ് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇത്രയാണ് കെമിസ്ട്രിയിൽ നിന്ന്. ഓക്കെ, ഒരിക്കലും ഞാൻ ഇത്രയും ടോപ്പിക്ക് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് മീൻസ് നോക്കുക നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന ടോപ്പിക്സ് ആണ് ഇതെല്ലാം. ഓക്കെ, അതേപോലെ ഫിസിക്സിൽ നോക്കിയേ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. എപ്പോഴും ഫിസിക്സിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഓക്കെ, പിന്നെ വർക്ക്, എനർജി, പവർ, മാസ്, അതുപോലെ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ, ഫോഴ്സ് എന്താണ്, മൊമെൻറ്റം എന്താണ്, അതേപോലെ തന്നെ പ്രൊജക്റ്റൈൽ മോഷൻ, ഫ്രിക്ഷൻ, അതേപോലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതാണ് ഈ ഒരു പോർഷൻ, 5ാമത്തെ പോർഷൻ. 6ാമത്തെ പോർഷൻ ഫ്ലൂയിഡ്സിനെ പറ്റിയാണ്. ഇലാസ്റ്റിറ്റി, സർഫസ് ടെൻഷൻ, കാപ്പിലാരിറ്റി, ഫ്ലൂയിഡ്സിൻ്റെ ഫ്ലോ, ബോയൻസി, അതുപോലെ പ്രഷർ ഡെൻസിറ്റി, കൈനറ്റിക് തിയറി, ഇതെല്ലാം ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അടുത്തത് നോക്കിയേ ടെമ്പറേച്ചർ, മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, അതേപോലെ തന്നെ തെർമൽ കണ്ടക്ഷൻ, തെർമൽ എക്സ്പാൻഷൻ, കണ്ടക്ടേഴ്സ്, നോൺ കണ്ടക്ടേഴ്സിനെ പറ്റിയിട്ട്. അതേപോലെ എന്താണ് ഈ ഒരു തെർമലിൽ തന്നെ വരുന്നതാണ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, കിർച്ചോഫ്സ് ലോ, ഇതെല്ലാം വരുന്നത്. പിന്നെ വേവ്സിനെ പറ്റി, സൗണ്ട് വേവ്സ്, സൗണ്ടിൻ്റെ ക്യാരക്ടേഴ്സ്, കാര്യങ്ങൾ. വേവ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് 3 വേവുകൾ പഠിക്കാനുണ്ട്. സൗണ്ട്,
ഹീറ്റും അതേപോലെ ലൈറ്റും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം സൗണ്ട് നോക്കിയിട്ട് പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റ് ആയിരിക്കും. ഓക്കെ, ലൈറ്റിൽ കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഹീറ്റ് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു, ടെമ്പറേച്ചറിൻ്റെ കൂടെ ഹീറ്റും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇലക്ട്രിക് കറണ്ട് അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇലക്ട്രിക് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് സെല്ല്, പിന്നെ മാഗ്നറ്റിസം, പിന്നെ ഇലക്ട്രോണിക്സിൽ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ലാസ്റ്റ് കൊടുത്തേക്കുന്ന ജസ്റ്റ് നമുക്ക് കുറച്ച് ഇങ്ങനെ ഓട്ടിച്ച് നോക്കാവുന്ന പോർഷൻസ് ആണ് മോഡേൺ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, ഇൻവെൻഷൻസ്, അവാർഡ്സ് എന്ന് പറയും. ഈ പോർഷൻസിനെല്ലാം പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് കവർ ചെയ്യേണ്ട പോർഷൻസ് ആണ് ഈ കൊടുത്തേക്കുന്നതെല്ലാം. ഓക്കെ, ഇത് അത്യാവശ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു 25 ക്വസ്റ്റ്യൻസ് ഫുൾ നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന്. ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിത് കവർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് ഇത് പഠിക്കുവാണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇപ്പോൾ കറണ്ട് അഫെയർസ് ആണെങ്കിൽ നമുക്ക് പഠിച്ചാലും ചിലപ്പം കുറച്ച് കിട്ടാതിരിക്കാം. ഓക്കെ, സയൻസ് അങ്ങനെയല്ല, പഠിച്ചാൽ ഉറപ്പായിട്ടും ആ 25 ക്വസ്റ്റ്യൻസ് 25 നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, കുറച്ചൊന്ന് എഫേർട്ട് ഇട്ടാൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് അതേപോലെ തന്നെ ഫിസിക്സിലെ വർക്ക്, പവർ, എനർജി, ഓക്കെ, ഈ ഒരു പോർഷൻ കൂടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ഈ തന്നേക്കുന്ന ആ ഒരു ടോപ്പിക്സ് കൃത്യമായിട്ട് നമ്മൾ ഓർഡറിന് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ള് അതിൽ സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസിന് ചോദിക്കുന്നത്. അപ്പോൾ നോക്കിയേ, വർക്ക് എന്താണ്? വർക്ക് എന്ന് പറയുന്നത് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ബോഡി ഉണ്ട്, ആ ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുവാണ്. ആ ഫോഴ്സ് കൊടുത്തപ്പോൾ അത് ഡിസ്പ്ലേസ്ഡ് ആവുകയാണെന്ന് വിചാരിക്കുക. ഒരു ബോഡിയിൽ ഞാൻ ഫോഴ്സ് കൊടുത്തപ്പോൾ ആ ബോഡി ഒന്ന് മൂവ് ചെയ്യാണ്, ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് നടന്നു എന്ന് പറയാം? വർക്ക് നടന്നു എന്ന് പറയാം. Okay, when a body is displaced by applying a force on it, then the work is said to be done. ഒരു ഫോഴ്സ് നമ്മൾ ഒരു ബോഡിയിൽ കൊടുക്കുകയാണ്, ആ ബോഡി ഡിസ്പ്ലേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അവിടെ വർക്ക് നടന്നു എന്ന് പറയാം. ഓക്കെ, ഫോഴ്സിനെ ഞാൻ എഫ് ആയിട്ട് എടുക്കുവാണ്, ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എസ് ആയിട്ട് എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് എസ് ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഈ കൊടുത്ത ഫോഴ്സ് ഈ ഒരു ഡയറക്ഷൻ ആണ്, അതേപോലെ ഇത് മൂവ് ചെയ്തത് ഈ ഒരു ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഈ ഒരു ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇടയിലുള്ള ആംഗിൾ തീറ്റ. ഓക്കെ, തീറ്റ വന്നു. അപ്പോൾ നോക്കി, ഇതിന്റെ ഇടയിൽ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്, അപ്പം തീറ്റയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ വർക്ക് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിസ്പ്ലേസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇടയിലുള്ള ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. 3 കാര്യങ്ങളെയാണ് വർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോഴ്സിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റിനും ഇടയിലുള്ള ഡയറക്ഷന് ഇടയിലുള്ള ആംഗിളിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നമ്മുടെ വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. CGS സിസ്റ്റത്തിലെ യൂണിറ്റ് എന്ന് പറയുന്നത് എർഗ. ഓക്കെ, വർക്ക് നോക്കിയേ, വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂളാണ്. CGS സിസ്റ്റത്തിലാണെങ്കിൽ വർക്കിന്റെ യൂണിറ്റ് എന്ത് വരും? അത് എർഗ് വരും. CGS സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്ന് പറയുന്ന സെന്റിമീറ്റർ ആണ്, G എന്ന് പറയുന്ന ഗ്രാം ആണ്, S എന്ന് പറയുന്ന സെക്കൻഡ് ആണ്. ഇതാണ് CGS സിസ്റ്റം. CGS സിസ്റ്റത്തിൽ നമ്മൾ ജൂൾ എന്നല്ല പറയുന്നത്, എർഗ് എന്നാണ് പറയുന്നത്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗ് ആണ്. ഇതാണ് ജൂളും എർഗും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കിയേ, വർക്ക് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഫോഴ്സ് പറഞ്ഞല്ലോ, ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സിന് ഞാൻ ഇവിടെ ഡയറക്ഷൻ ഇട്ടിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, 2 പേർക്കും ഡയറക്ഷൻ ഉണ്ട്. ഫോഴ്സ് കാരണമാണ് വർക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ആര് കാരണമാണ് വർക്ക് ഉണ്ടാവുന്നത്? ആ ആൾക്ക് എന്തുണ്ട്? അത് ഡയറക്ഷൻ ഉണ്ട്. ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ട്, അത് കാരണം ഉണ്ടാവുന്ന വർക്കിന് എന്തില്ല? ഡയറക്ഷൻ ഇല്ല.
ഓക്കെ, വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരിക്കലും വർക്കിന് എന്തില്ല, ഡയറക്ഷൻ ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് വർക്ക് എന്താണ്? വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ആര് കാരണോ വർക്ക് ഉണ്ടാവുന്നത്? ഫോഴ്സ് കാരണം. ആ ഫോഴ്സ് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി. അല്ലെങ്കിൽ ഓർത്തിരിക്കുക, വർക്ക്, പ്രഷർ, പവർ, എനർജി, ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനൊന്നും എന്തില്ല, ഡയറക്ഷൻ ഇല്ല. ഇവരെല്ലാം എന്താണ്? ഇവരെല്ലാം സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, വർക്ക്, പവർ, എനർജി, പ്രഷർ, ഇവരെല്ലാം സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഈ വർക്ക് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്, നേരത്തെ വരച്ചത് തന്നെയാണ്. നോക്കി, ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ. ഓക്കെ, തീറ്റ ആംഗിളും കൂടെ വരുവാണെങ്കിൽ ഇക്വേഷൻ നമ്മൾ എഫ് എസ് എന്നായിരിക്കത്തില്ല എഴുതുക, എഫ് എസ് കോസ് തീറ്റ എന്നായിരിക്കും എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് എഫ് ഡി എന്നാണ്. ഡി അല്ലെങ്കിൽ നമുക്ക് എസ് കൊടുക്കാം, ഇഷ്ടമുള്ള കൊടുക്കാം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഒന്നുകിൽ ഡിയോ എസ്ഒ കൊടുക്കാം. ഇവിടെ എഫ് ഡി കോസ് തീറ്റ എന്ന് കൊടുത്തന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഡബ്ല്യു ഈക്വൽസ് എഫ് എസ് കോസ് തീറ്റ എന്നും എഴുതാം. ക്ലിയർ ആണല്ലോ? എഫ് ഫോഴ്സ്, എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ്, തീറ്റ എഫിനും എസിനും ഇടയിലുള്ള ആംഗിൾ, അല്ലെങ്കിൽ എഫിനും ഡിക്കും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ നമ്മുടെ വർക്ക് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി വർക്ക് 3 ടൈപ്പ് ഉണ്ട്. വർക്ക് പോസിറ്റീവ് വർക്ക് ഉണ്ട്, നെഗറ്റീവ് വർക്ക് ഉണ്ട്, സീറോ വർക്ക് ഉണ്ട്. വർക്ക് നടന്നില്ലെങ്കിൽ പിന്നെ വർക്ക് സീറോ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ്, അതേപോലെ സീറോ വർക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, പോസിറ്റീവ് വർക്ക്. പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നത് ഇപ്പം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ ആംഗിൾ 90 ഡിഗ്രിക്ക് താഴെയാണ്, അതിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ. അപ്പൊ ആ കേസിലൊക്കെ വർക്ക് നമ്മൾ പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. നോക്കിയേ, ഇപ്പം വർക്ക് ഫോഴ്സും ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്, ഇതിൻ്റെ ഇടയിൽ ആംഗിൾ ഉണ്ടോ? ആംഗിൾ ഇല്ല. നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്? ഡബ്ല്യു ഈക്വൽസ് എഫ് എസ് കോസ് തീറ്റ എന്നാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു ഈക്വൽസ് എഫ് എസ് കോസ് തീറ്റ എന്നാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ തീറ്റ എന്ന് പറയുന്നത് നോക്കിയേ, ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ ആംഗിൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, എഫ് എസ് കോസ് സീറോ, കോസ് സീറോയുടെ വാല്യൂ എന്തുവാ? കോസ് സീറോയുടെ വാല്യൂ 1 ആണ്. കോസ് സീറോ വാല്യൂ എന്ന് പറയുന്നത് 1. അപ്പൊ ഡബ്ല്യു ഈക്വൽസ് എഫ് എസ് എന്ന് വരും. ഓക്കെ, ഡബ്ല്യു ഈക്വൽസ് എഫ് എസ് എന്ന് പറയും. അപ്പൊ ഈ വർക്കിനെയാണ് നമ്മൾ പോസിറ്റീവ് വർക്ക് എന്ന് പറയും. ഓക്കെ, നെഗറ്റീവ് വർക്ക് എന്ന് പറയുവാണെങ്കിൽ ഇപ്പം ഫോഴ്സ് ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര നോക്കിയേ? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒന്നുകിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ 90 ഡിഗ്രി കാട്ടിയും ആംഗിൾ കൂടുതലാണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നും പറയാം. ഓക്കെ, എളുപ്പത്തിന് നമുക്ക് മനസ്സിലാവാൻ പറയാം, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി വരുമോ? അപ്പൊ ഇക്വേഷൻ നോക്കിയേ, ഡബ്ല്യു ഈക്വൽസ് എഫ് എസ് കോസ് 180. കോസ് 180യുടെ വാല്യൂ എത്രയാണ്? കോസ് 180 എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, ഈ വാല്യൂസ് നിങ്ങൾ കാണാണ്ട് അറിയണം. അല്ലെങ്കിൽ നിങ്ങൾ മാത്സ് പഠിക്കാൻ നേരത്തും എന്താണ് ട്രിഗ്നോമെട്രി ഒക്കെ പഠിക്കാൻ നേരത്ത് നിങ്ങൾ അവിടെ പോർഷൻസിൽ കവർ ചെയ്യും. ഓക്കെ, എന്നാലും ജസ്റ്റ് ഇപ്പോഴേ കുറച്ച് നേരത്തെ പഠിച്ചു വെച്ചാലും പ്രശ്നമൊന്നുമില്ലല്ലോ. കോസ് 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. കോസ് 90 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. കോസ് 180 എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. ഓക്കെ, അപ്പൊ കോസ് 180 -1 ആണല്ലോ. അപ്പം ഡബ്ല്യു എന്ന് പറയുന്നത് എന്താവും? -FS എന്നാവും. അപ്പം ഇത് നെഗറ്റീവ് ആണ്. ഇത് നമ്മൾ നെഗറ്റീവ് വർക്ക് എന്ന് പറയും. ഓക്കെ, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ആംഗിൾ 0 ആവും, പോസിറ്റീവ് വർക്ക്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആംഗിൾ നെഗറ്റീവ് ആവും, സോറി എന്താണ്, ആംഗിൾ 180 ആവും. അതുകൊണ്ട് വർക്ക് നെഗറ്റീവ് ആവും. ക്ലിയർ ആണല്ലോ? പോസിറ്റീവ് വർക്കിന്റെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റിക്ക് അനുസരിച്ച്. ഇപ്പം ഒരു ബോഡി ഇങ്ങനെ താഴോട്ട് ഞാൻ അങ്ങ് ഇടുവാണ്. ഓക്കെ, ഇത് താഴോട്ട് ഇടുവാണ്. ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്, പേന താഴെ പോയി. ഓക്കെ, സോറി. ഓക്കെ, അപ്പം പേന താഴോട്ട് നമ്മൾ ഇടുവാണെങ്കിൽ ഇത് എന്തായിരിക്കും? ഫ്രീലി ആയിരിക്കും ഫോൾ ചെയ്യുക. ഓക്കെ, ഫ്രീലി ഫോൾ എന്ന് പറഞ്ഞാൽ ഇത് ഫോൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ എർത്തിന്റെ തന്നെ ഗ്രാവിറ്റിയിലായിരിക്കും ഇത് താഴോട്ട് പോവുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എങ്ങോട്ടാണ്? താഴോട്ടാണ്. എർത്ത് എപ്പോഴും നമ്മൾ പുള്ളി ചെയ്യുന്നത് എർത്തിന്റെ സെന്ററിലോട്ടാണല്ലോ, താഴോട്ടാണല്ലോ. അതേപോലെ തന്നെ ഈ ഒരു പേന പോകുന്നതും താഴോട്ടാണ്. എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റും താഴോട്ടാണ്, അതേപോലെ ഫോഴ്സും താഴോട്ടാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെ രണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ എന്തില്ല? ആംഗിൾ ഇല്ല. അവിടെ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അടുത്തത് നോക്കിയേ, നെഗറ്റീവ് വർക്ക്. ഓക്കെ, നെഗറ്റീവ് വർക്കിന്റെ
ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഇപ്പം നമ്മൾ ജസ്റ്റ് നടക്കുവാണ്, നമ്മൾ നടക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു ഫോഴ്സ് നമ്മുടെ എർത്ത് തന്നെ തരുന്നതുകൊണ്ടല്ലേ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നേ, അല്ലെങ്കിൽ നമ്മൾ സ്ലൈഡ് ചെയ്ത് പോയനായിരുന്നു. ഓക്കെ, അപ്പം എഗൻസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് അതേപോലത്തെ ഒരു ഫോഴ്സ് നമ്മുടെ എർത്ത് നമ്മുടെ മുകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? നെഗറ്റീവ് വർക്കാണ്. ഇനി നമ്മളൊരു ബ്രേക്ക് പിടിക്കുകയാണ്. ഓക്കെ, ഒരു മൂവിങ് വെഹിക്കിളിൽ നമ്മൾ ബ്രേക്ക് പിടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് തരുന്ന ആ ഒരു ഫോഴ്സ്, ആ ബ്രേക്കിംഗ് ഫോഴ്സും നെഗറ്റീവ്. ബ്രേക്ക് എന്ന് വെച്ചാൽ ബ്രേക്ക് തരുന്ന ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക് എന്താണ്? നെഗറ്റീവാണ്. ഇനി രണ്ട് പോസിറ്റീവ് ചാർജുകൾ നമ്മൾ ഒന്നിച്ച് കൊണ്ടുവരുവാണ്. ഓക്കെ, ഒരു പോസിറ്റീവ് ചാർജ് ഇത് രണ്ടിനെ ഒന്നിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? അട്രാക്ട് ചെയ്യത്തില്ല. ഓക്കെ, ലൈറ്റ് ചാർജസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അൺലൈറ്റ് ചാർജസ് ആണ് എന്ത് ചെയ്യുക? അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പം രണ്ടും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഉറപ്പായിട്ട് ഇവർ റിപ്പൽ ചെയ്യുവാണ്. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഒരു ഫോഴ്സ്, ഓക്കെ, അതിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ എന്ന് പറയാം. അത് ചെയ്യുന്ന വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നെഗറ്റീവാണ്. ഓക്കെ, എഗൻസ്റ്റ് ആയിട്ട് വരുന്നതെല്ലാം നെഗറ്റീവ് വർക്ക് ആയിരിക്കും ചെയ്യുക. ഫ്രിക്ഷണൽ ഫോഴ്സ്, ബ്രേക്കിംഗ് ഫോഴ്സ്, അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ, ഇതെല്ലാം എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വർക്ക് ആയിരിക്കും ചെയ്യുക. ക്ലിയർ ആണോ? അതേപോലെ തന്നെ വരുന്നതാണ് സീറോ വർക്ക്. ഓക്കെ, പോസിറ്റീവ് വർക്ക് നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് വർക്ക് പറഞ്ഞു, അടുത്തത് സീറോ വർക്ക്. ഓക്കെ, സീറോ വർക്ക് സീറോ ആണെങ്കിൽ വർക്കിന്റെ ഇക്വേഷൻ ഓൾറെഡി അറിയാം. എഫ് എസ് കോസ് എന്താണ്? കോസ് തീറ്റയാണ്. എഫ് സീറോ ആയാൽ വർക്ക് സീറോ. അപ്പൊ എഫ് സീറോ ആയാൽ വർക്ക് സീറോ ആവും. ഫോഴ്സ് ഇല്ലെങ്കിൽ പിന്നെ അവിടെ വർക്ക് ഇല്ലല്ലോ. ഓക്കെ, ഇനി അതല്ല, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയാലും വർക്ക് സീറോ ആവും. ഓക്കെ, ഇനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. തീറ്റ കോസ് 90 എത്രാന്നാ പറഞ്ഞേ? 0 എന്നല്ലേ? അപ്പം തീറ്റ 90 ഡിഗ്രി വന്നാലും വർക്ക് എന്താവും? 0 ആവും. അപ്പം 3 കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അതിൽ ഫോഴ്സ് 0 ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വർക്ക് എന്താവും? 0 ആവും. ഡിസ്പ്ലേസ്മെന്റ് 0 ആയാലും വർക്ക് 0 ആവും. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് 0 ആയാൽ വർക്ക് 0 ആവും. അതിന് എക്സാമ്പിൾ ആണ്, ഇപ്പം നമ്മളൊരു ഭിത്തിയിൽ, നമ്മുടെ വോളിൽ ഭയങ്കരമായിട്ട് ഫോഴ്സ് കൊടുത്ത് പുഷ് ചെയ്യണം എന്ന് പറഞ്ഞ് ഭിത്തി അങ്ങ് നീങ്ങി പോവോ? ഒരിക്കലും ഇല്ല. നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും വോൾ അതേപടി അവിടെ അങ്ങ് നിൽക്കും. അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. നമ്മൾ നോക്കുമ്പം ഒരാൾ കഷ്ടപ്പെട്ട് ഫോഴ്സ് കൊടുക്കുന്ന പോലെ പുറമേ നിന്ന് നോക്കുമ്പോൾ തോന്നും, പക്ഷെ അവിടെ വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ടില്ല. ഓക്കെ, വർക്ക് നടക്കണമെങ്കിൽ ആ ഭിത്തി മൂവ് ചെയ്തിരിക്കണം, പക്ഷെ ഭിത്തി മൂവ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആ വോള് മൂവ് ചെയ്യത്തില്ല. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, അതുകൊണ്ട് വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു വെയിറ്റ് ലിഫ്റ്റർ ഒരു 100 കിലോ വെയിറ്റ് എടുത്തിട്ട് അയാളുടെ ഷോൾഡറിലോ തലയിലോ അയാൾ വെച്ചോണ്ട് അങ്ങ് നിൽക്കുവാണെന്ന് വിചാരിക്കും. അയാൾ ചെയ്ത വർക്കും എന്താണ്? 0. അയാൾ അത് വെച്ചുകൊണ്ട് നടക്കുവാണെങ്കിൽ ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ്? അവിടെ വർക്ക് നടന്നു എന്ന് പറയാം. ആ വെയിറ്റും കൊണ്ട് കുറേ നേരം അതേപടി അങ്ങ് നിൽക്കുവാണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അവിടെ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. ഓക്കെ, വർക്ക് അവിടെ എന്താണ്? 0. ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ വർക്ക് അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊരു കണ്ടീഷനാണ്. അടുത്തൊരു കണ്ടീഷൻ, ഫോഴ്സിന്റെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല. ഫോഴ്സ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ്? വർക്ക് ഇല്ലല്ലോ. ഓക്കെ, അടുത്തത് തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ വർക്ക് 0 ആവും. ഓക്കെ, തീറ്റ 90 ഡിഗ്രി ആവുകയാണെങ്കിൽ വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 0 ആവുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ്, ഇപ്പോൾ ഒരാള് ഒരു ബ്രീഫ് കേസും എടുത്തിട്ട് അയാൾ ഹൊറിസോണ്ടലി നടന്ന് അങ്ങ് പോവാണ്. ഓക്കെ, ഹൊറിസോണ്ടലി നടന്നു പോവാണ്. അപ്പം ഒരാളുടെ കയ്യിൽ എന്താ ബ്രീഫ് കേസ് ഇരിക്കുവാണ്. ഇയാൾ ഹൊറിസോണ്ടലി നടന്നു പോവുകയാണ്. അപ്പൊ ഈ ബ്രീഫ് കേസ് മൂവ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഇങ്ങനെ. അയാൾ നേരെയല്ലേ നടന്നു പോകുന്നേ? അപ്പൊ ബ്രീഫ് കേസ് നേരെ ആയിരിക്കുമല്ലോ പോകുന്നേ. അപ്പൊ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണ്, പക്ഷെ ഇതിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടാ? താഴോട്ട്. ഓക്കെ, ഈ ബ്രീഫ് കേസിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടാ? താഴോട്ട്. മൂവ് ചെയ്ത് പോകുന്നത് നേരെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ നോക്കിയേ, 90 ഡിഗ്രി. ഇവിടെ ഓർത്തിരിക്കണം, ഹൊറിസോണ്ടൽ റോഡ് ആണെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹൊറിസോണ്ടൽ റോഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അപ്പം നമുക്കൊരു സ്ട്രെയിറ്റ് ഇതൊരു കിട്ടും. അതേപോലെ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി ആവും. വർക്ക് എന്താവും? 0 ആവും. ഓക്കെ, അപ്പം വർക്കിന് ഒരിക്കലും ഡയറക്ഷൻ ഇല്ല. വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതോ 0 ആണോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തതാണ് പവർ. പവർ എന്ന് പറയുന്നത് ടൈം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഓക്കെ, പവർ എന്ന് പറയുന്നത് നോക്കാം, ഇവിടെ ഓൾറെഡി ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. വർക്ക് ബൈ ടൈം. ഇത്ര ടൈമിനുള്ളിൽ എത്രത്തോളം വർക്ക് നടന്നു അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്?
പവർ. പവറിന് ഡയറക്ഷൻ ഇല്ല. പവർ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, പവറിന് ഡയറക്ഷൻ ഇല്ല. പവർ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പവറിന്റെ യൂണിറ്റ് നോക്കിയേ, പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈം അല്ലേ? വർക്കിന്റെ യൂണിറ്റ് എന്താ? ജൂൾ. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് ആണ് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ജൂൾ പെർ സെക്കൻഡ് പറയുന്ന വേറൊരു പേരാണ് വാട്ട്. ഓക്കെ, അപ്പൊ വാട്ട് ആരുടെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ യൂണിറ്റ് ആണ്? പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കിലോ എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻³ വാട്ട് ആണ്. ഒരു മെഗാവാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10⁻6 വാട്ട് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ കിലോ, മെഗാ, ജിഗ, ടെറ, അതേപോലെ പൈക്കോ, നാനോ ഇങ്ങനെയൊക്കെ ഉള്ള പ്രിഫിക്സിന്റെ വാല്യൂസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് നമ്മൾ ആ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ നേരത്ത് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും വാട്ട് ആരുടെ യൂണിറ്റ് ആണ്? പവറിന്റെ യൂണിറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്ര ടൈമിനുള്ളിൽ എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, എനർജി. ഓക്കെ, ഇവിടെ നോക്കിയേ പവറിന്റെ കുറച്ച് കാര്യങ്ങളൂടെ. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്രയാണ്? 746 വാട്ട് ആണ്. ഇതും എക്സാമിന് ചോദിച്ചതാണ്. CGS സിസ്റ്റത്തിൽ പവറിന്റെ യൂണിറ്റ് എന്താണ്? എർഗ് പെർ സെക്കൻഡ് ആണ്. എർഗ് പെർ സെക്കൻഡ്. പവർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ജൂൾ പെർ സെക്കൻഡ് അല്ലേ? ജൂൾ പെർ സെക്കൻഡ്. അപ്പം CGS സിസ്റ്റത്തിൽ ജൂൾ അല്ലല്ലോ, എർഗ് അല്ലേ? അപ്പൊ എർഗ് പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, ഇവിടെ ഒരു ഡിവിഷനും കൂടെ ഉണ്ട്. എർഗ് പെർ സെക്കൻഡ് എന്ന് വരും. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്രയാണ്? 746 വാട്ടാണ്. ഇനി എനർജി. എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി. ശ്രദ്ധിക്കുക, വർക്കും എനർജിയൊക്കെ ഒന്ന് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് ആണെങ്കിലും അവരുടെ ഡൈമെൻഷണൽ ഫോർമുല ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ് വർക്കിനും എനർജിക്കും. ഓക്കെ, എത്രത്തോളം വർക്ക് നമുക്ക് ചെയ്യാവുന്ന കപ്പാസിറ്റി. ഓക്കെ, ആ കപ്പാസിറ്റീനെ പറയുന്ന പേരാണ് എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് വർക്കിന്റെ തന്നെ യൂണിറ്റ് ആയിരിക്കും എനർജിക്ക്. ഓക്കെ, രണ്ടുപേരുടെയും യൂണിറ്റും ഡൈമെൻഷണൽ ഫോർമുല എല്ലാം സെയിം ആണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ. അതുപോലെ എനർജിയുടെ CGS സിസ്റ്റത്തിൽ എന്തായിരിക്കും? എർഗ്. വർക്കിനെ പോലെ തന്നെ, പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. പവർ എന്ന് പറയുന്ന ഇത്ര സമയത്തിനുള്ളിൽ എത്ര വർക്ക് ചെയ്യാൻ പറ്റുമാണ് പവർ. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കപ്പാസിറ്റീനെ പറയുന്നതാണ് എന്ത്? എനർജി എന്ന് പറയുന്നത്. അപ്പോൾ വർക്കും എനർജിയും എപ്പോഴും ഈക്വൽ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് എനർജിയാണ്. 2 ടൈപ്പ് എനർജിയാണ് നമ്മൾ പറയുക. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി. ഒന്ന് കൈനറ്റിക് എനർജി. ഓക്കെ, ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്യുന്ന കാരണം അതിൽ സ്റ്റോർ ആവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾസ് നല്ല രീതിയിൽ മൂവ് ചെയ്യുവാണെങ്കിൽ ആ മൂവ്മെന്റ് കാരണം അതിൽ സ്റ്റോർ ആവുന്ന എനർജിനെയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് 12mv². ഇതിലെ m എന്ന് പറയുന്ന മാസും v എന്ന് പറയുന്ന വെലോസിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? അതുപോലെ P എന്ന് പറയുന്ന മൊമെന്റം കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇതിനെ എന്താണ് മൊമെന്റത്തിന്റെ ടേംസിലോട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ മാറ്റിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എന്താണ്? K എന്ന് പറയുന്നത് P²/2m എന്ന് വരും. ഓക്കെ, P²/2m എന്ന് വരും. നോക്കിയേ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വെട്ടിക്കളഞ്ഞത്. നോക്കിയേ, ഇതിനെ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് ജസ്റ്റ് കാണിച്ചതാണ്. ഓക്കെ, അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. നോക്കിയേ, V² എന്നല്ലേ, ഇവിടെ ഒരു V ഇട്ടു, ആ വീനെ ഞാൻ ഇങ്ങോട്ടും ഇട്ടു. ഓക്കെ, മാസ് വെച്ചിട്ട് മുകളിലും താഴെയും ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അത്രയും ഞാൻ ചെയ്തോളൂ. mv എന്ന് പറയുന്നത് P ആണ്, മൊമെന്റം ആണ്. ഓക്കെ, അപ്പം P²/2m എന്ന് വരും. P എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം ആണ്. 2m എന്നാണ്, സോറി, mv എന്നാണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ. ഓക്കെ, മൊമെന്റത്തിന്റെ ഇക്വേഷൻ P എന്ന് പറയുന്നത് mv ആണ്. അതുകൊണ്ടാണ് ഈ 2 mvയുടെ സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു? ഇതൊരു P ആണ്, ഇതൊരു P ആണ്. അതുകൊണ്ട് P²/2m. ഓക്കെ, 2 ഇക്വേഷൻ കൈനറ്റിക് എനർജിക്ക് പഠിച്ചു വെച്ചേക്കാം. എന്താണ് ഇത് കൺവേർട്ട് ചെയ്യുന്നതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെട്ടി. ഓക്കെ, അപ്പം കൈനറ്റിക് എനർജി എന്ന് പറയുന്ന 12mv² എന്നോ അല്ലെങ്കിൽ P²/2m എന്നോ ഓർത്ത് വെച്ചേക്കുക. m എന്ന് പറയുന്ന മാസും v എന്ന് പറയുന്ന വെലോസിറ്റിയും P എന്ന് പറയുന്ന മൊമെന്റവുമാണ്. ഓക്കെ, എക്സാമ്പിൾസ്: ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന അത്ലറ്റ്, റണ്ണിങ് അത്ലറ്റ്, ഫോളിങ് കോക്കനട്ട്, മൂവിങ് എയർ, ഫ്ലൈയിങ് എയറോപ്ലെയിൻ. ഇതിനെല്ലാം സ്റ്റോർ ആവുന്ന എനർജി കൈനറ്റിക് എനർജി. മൂവ് ചെയ്യുന്ന ഏതൊരു സാധനത്തിലും സ്റ്റോർ ആവുന്ന എനർജി എന്താണ്? കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, അടുത്ത എനർജിയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി. ദ എനർജി എക്സ്പ്രസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. ഒരു ബോഡിയുടെ പൊസിഷൻ മാറുവാണ്, ഹൈറ്റ് കൂടുവാണ്,
അങ്ങനെയാണെങ്കിൽ അതിൽ സ്റ്റോർ ആവുന്ന എനർജിയാണ് എന്ത്, അല്ലെങ്കിൽ ഷേപ്പ് മാറുവാണ്. ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തു, അതിന്റെ ഷേപ്പ് മാറി, അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റ് മാറി, അങ്ങനെയൊക്കെ സ്റ്റോർ ആവുന്ന എനർജിയാണ് എന്ത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh എന്നാണ്. G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ആക്ടിങ് ഓൺ ദ ബോഡി. m എന്ന് പറയുന്ന മാസും h എന്ന് പറയുന്ന ഹൈറ്റ്, എത്ര ദൂരം നമ്മൾ അതിനെ എന്ത് ചെയ്തു, ഉയർത്തി, ആ ഒരു ഹൈറ്റ് ആണ് h എന്ന് പറയുന്നത്. mgh ആണ് ഇക്വേഷൻ. കൈനറ്റിക് എനർജിയുടെ ഹാഫ് mv² ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ mgh ആണ്. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് കൂടുന്തോറും എന്ത് ചെയ്യും, പൊട്ടൻഷ്യൽ എനർജി കൂടും. ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടും എന്ന് ഓർത്തിരിക്കുക. പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സാമ്പിൾസ് ആണ് ഇപ്പൊ റബ്ബർ. ഇന്ന് ചുമ്മാ ഇരുന്ന റബ്ബർ ഞാൻ വലിച്ചിങ്ങനെ നീട്ടുവാണ്, അങ്ങനെയാണ് അതിന്റെ ഷേപ്പ് അങ്ങ് മാറി. അപ്പൊ ആ സ്ട്രെച്ച് ആയ റബ്ബറിൽ സ്റ്റോർ ആവുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി ഡാമിൽ വെള്ളം ഇരിക്കുക, മീൻസ് സ്റ്റോർ ആയിട്ട് വെച്ചേക്കണം ഒരു ഹൈറ്റിൽ. അപ്പൊ അതുകൊണ്ട് അതിൽ സ്റ്റോർ ആവുന്ന എനർജി എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. വെൻ എ ബോഡി ഫോൾസ് ഫ്രം എ എയറോപ്ലെയിൻ ഒരു ബോഡി ഫോൾ ചെയ്യണം, ആ ബോഡിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഹൈറ്റ് കൊണ്ടിട്ട് അതിൽ സ്റ്റോർ ആവുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. എന്തായാലും ഹൈറ്റ് കൂടും തോറും പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ. ക്ലിയർ ആണോ? അതേപോലെ മെക്കാനിക്കൽ എനർജി. ഇപ്പൊ ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജീനെ സമ്മിനെ പറയുന്ന പേരാണ് എന്ത്, മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഒരു ജെറ്റ് ഫ്ലൈ ചെയ്യുവാണെങ്കിൽ അതിൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഒരു ജെറ്റ് ഫ്ലൈ ചെയ്യുവാണ്, ഫ്ലൈ എന്ന് പറയുമ്പോൾ അത് മൂവ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് കൈനറ്റിക് എനർജി കാണുമല്ലോ. ഇനി അത് ഒരു ഹൈറ്റ് കൂടെ അല്ലേ ഇത് മൂവ് ചെയ്ത് പോകുന്നത്, അതുകൊണ്ട് അതിന് പൊട്ടൻഷ്യൽ എനർജിയും കാണും. ഓക്കെ, എന്തായാലും പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി രണ്ടും കൂടെ കൂട്ടാൻ നേരത്ത് കിട്ടുന്നതാണ് എന്ത്, മെക്കാനിക്കൽ എനർജി എന്ന് പറയും. ഓക്കെ, ഇനി ഒരു ഫ്രീലി ഫോളിങ് ഓബ്ജക്റ്റ്. ഇപ്പൊ ഞാൻ നേരത്തെ പേന താഴെ ഇട്ടപ്പോൾ താഴെ പോയില്ലേ, അപ്പം ഒരു ഫ്രീലി ഫോളിങ് ഓബ്ജക്റ്റ്. ഓക്കെ, ആ ഫ്രീലി ഫോളിങ് ഓബ്ജക്റ്റിന്റെ കേസിൽ ഇപ്പം ഈ ഒബ്ജക്റ്റ് താഴോട്ട് പോവുകയാണ്, ഈ ഒരു ഒബ്ജക്റ്റ് താഴോട്ട് പോവുകയാണ്. അപ്പോൾ താഴോട്ട് പോകും തോറും ഇതിന്റെ ഹൈറ്റ് കുറഞ്ഞു പോവുമല്ലേ. ഹൈറ്റ് കുറയുമ്പം ഉറപ്പായിട്ടും പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും, കുറയും. ഇനി ഇത് താഴോട്ട് പോകും തോറും ഇതിന്റെ സ്പീഡ് കൂടത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നോക്കിയേ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തുവാ, ഹാഫ് mv². v എന്ന് പറയുന്നത് എന്തുവാ, വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്. അപ്പം ഇതിന്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുക. വെലോസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് കൈനറ്റിക് എനർജി. വെലോസിറ്റി കൂടിയാൽ കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്തായാലും താഴോട്ട് പോകുന്ന ഒരു സാധനത്തിന്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് കൈനറ്റിക് എനർജിയും കൂടും. ഓക്കെ, എന്തായാലും ഒരു ഫ്രീലി ഫോളിങ് ബോഡിയിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഫ്രീലി ഫോൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഹൈറ്റ് കുറഞ്ഞാണ് വരുന്നത്. ഹൈറ്റ് കുറയുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി കുറയും. താഴോട്ട് വരുന്ന ഒരു സ്പീഡ് കൂടി വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? രണ്ട് എനർജിയുടെയും കൂടെ സമ്മിനെ പറയുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയും. ഇനി എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? ഇത് ഓൾറെഡി നിങ്ങൾ എല്ലാവരും കുഞ്ഞിലേ മുതൽ കേട്ടിട്ടുണ്ടാവും. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോർഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു എനർജീനെ നമുക്ക് പുതുതായിട്ട് സൃഷ്ടിക്കാനോ ഉള്ളതിനെ ഇല്ലാണ്ടാക്കാനോ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഒരു ഫോമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ഫോമിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ബാറ്ററിയിൽ സ്റ്റോർ ആയിരിക്കുന്ന എനർജി എന്തുവാണ്, കെമിക്കൽ എനർജിയാണ്. ഓക്കെ, ആ ബാറ്ററിയിൽ നിന്നും ആ കെമിക്കൽ എനർജി നമുക്ക് എന്താക്കി മാറ്റാം, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാം. അപ്പം ഇങ്ങനെ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാം. അല്ലാണ്ട് ഇതിനെ ഇല്ലാണ്ടാക്കിയിട്ട് പുതിയൊരു എനർജി ഉണ്ടാക്കുക, അങ്ങനെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എനർജി എപ്പോഴും എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ വർക്ക്, പവർ, എനർജി ഇവർ മൂന്ന് പേരും എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതേപോലെ നമ്മൾ ഓരോ പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൃത്യമായിട്ട് ആ സ്കെഡ്യൂൾ ഫോളോ ചെയ്ത് നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു എക്സാമിന് ഫുൾ നമുക്ക് 25 മാർക്സ് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പുതുതായിട്ട് പഠിക്കാൻ വരുന്നവർ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്താണ് സിലബസും കാര്യങ്ങളും എല്ലാം എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക, ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക, ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക, ടൈം വേസ്റ്റ് ചെയ്യരുത്. അടുത്ത ഒരു എക്സാമിനുള്ളിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ജോബിൽ കയറാവുന്നതാണ്.
ഓക്കെ, അപ്പം അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പം ഞാൻ ക്ലാസ് മൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഹാപ്പി ലേണിംഗ്.